ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യണം, ഒന്ന് റീഫ്രഷ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഒരുപാട് തവണ അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. എൻ്റെ ലൈഫിനൊരു റീഫ്രഷ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളുടെ ഫോണൊക്കെ ക്ലിയർ ആക്കുന്ന പോലെ ചാറ്റ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഗാലറിയിലൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് നമ്മൾ സ്പേസ് ഉണ്ടാക്കിയെടുക്കാറില്ലേ? അതുപോലെ നമ്മളുടെ ലൈഫിലും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കി നമ്മളുടെ മൈൻഡ് ഒന്ന് കൂളാക്കി മൊത്തത്തിലൊന്ന് റീഫ്രഷ് ആവണമെന്ന് ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ 12 ടിപ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്ന, നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ച് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മറക്കണ്ട, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം. 2, വിഷ്വലൈസ് യുവർ ബെസ്റ്റ് വേർഷൻ. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ണടച്ചിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക, അതാണ് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ എന്താവണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അത് മനസ്സിൽ ഇങ്ങനെ കാണാം. നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ, ഞാൻ ഏറ്റവും നല്ലതായ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. എല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു വീട്ടമ്മയാവണം, എല്ലാ കാര്യങ്ങളും നല്ല പ്രൊഡക്റ്റീവായി ചെയ്യണം, കുട്ടികളെ നന്നായി നോക്കണം, അല്ലെങ്കിൽ ഒരു ജോലി വേണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് കണ്ണടച്ചുകൊണ്ട് അതൊക്കെ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ നേടിയെടുക്കണോ ആ കാര്യങ്ങളെല്ലാം വിഷ്വലൈസ് ചെയ്യാം. 3, ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ തന്നെ ഒന്ന് വീക്ഷിക്കുക. നമ്മളെല്ലാവരും നമ്മളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരുപാട് സങ്കടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നാളത്തെ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഇന്ന് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടാണ് നാളെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊന്നും ചെയ്യാതെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡെയിലി ഒന്ന് നിരീക്ഷിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ചെറിയൊരു സ്റ്റെപ്പെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഭാവിയെക്കുറിച്ചിട്ടുള്ള എന്തൊരു ചിന്ത മനസ്സിലേക്ക് വന്നാലും നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ ഇന്ന് എന്തെങ്കിലും ചെയ്താലാണ് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ പറ്റത്തുള്ളൂ. 4, പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിനെ എപ്പോഴും ബിസിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറയുന്നത്. നമ്മൾ ബിസിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. 5, കൃത്യസമയത്ത് നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കറക്റ്റ് സമയത്തിന് കഴിക്കാൻ ശ്രമിക്കുക. പരമാവധി ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ നമ്മളുടെ ആഹാര രീതിയും മനസ്സിൻ്റെ ആരോഗ്യവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഭക്ഷണ രീതി നന്നായി ശ്രദ്ധിക്കുക. 6, നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. നമ്മുടെ ചുറ്റുപാട് എപ്പോഴും ക്ലീൻ ആയാൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബും എനർജിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. വേണമെങ്കിൽ വീടിനകത്ത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കാം, അല്ലെങ്കിൽ വല്ല മോട്ടിവേഷൻസൊക്കെ വീടിന് നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് തൂക്കി വെക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. 7, പുസ്തകങ്ങൾ വായിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഡെയിലി വായനാശീലം കൊണ്ടുവരിക. വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബോറ് പരിപാടിയായിട്ടൊക്കെ ഫീൽ ചെയ്യും. എനിക്കും പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ അത് വായിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അത് എത്ര രസമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ വായനാശീലം കൊണ്ടുവരിക. 8, കണ്ണാടി നോക്കി പ്രശംസിക്കുക. പ്രശംസ ഒരിക്കലും നമ്മൾ അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാവരുത്. നമ്മൾ ജസ്റ്റ് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാനും നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് പ്രശംസിക്കുക. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഡള്ളായിരിക്കുമ്പോൾ നമ്മൾ അവരെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ സംസാരിക്കല്, ആ രീതിയിൽ കണ്ണാടി നോക്കി നമ്മളോട് സംസാരിക്കുക. 9, ഓരോ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ഭയങ്കര ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. മൈൻഡിൽ വേറെയുള്ള ടെൻഷനും മറ്റുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ ഒന്ന് ഫ്രീ ആയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഓരോ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 10, നിങ്ങളുടെ മോശം ഹാബിറ്റ്സ് എല്ലാം കണ്ടെത്തി അതെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ശീലങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും എനിക്ക് നന്നാവണം എന്നുള്ള ഒരു ഉറച്ച ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മോശം ശീലം കണ്ടെത്തി അത് ഒഴിവാക്കാനായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും. 11, നമ്മുടെ രൂപത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരുത്തുക.
അതായത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ സൗന്ദര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷം നമ്മളതൊക്കെ ഒഴിവാക്കിയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഡെയിലി മുടിയൊക്കെ ഒന്ന് വൃത്തിയായി ചെയ്യുക, പിന്നെ മൈലാഞ്ചി ഇടുക, നല്ല വളകളിടുക, മാലകളിടുക, നമ്മളുടെ സൗന്ദര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, കണ്ണെഴുതുക, പൗഡർ ഇടുക. നമ്മളിതൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കൂടുതലും നമ്മളുടെ ഭർത്താവിന്, കുട്ടികൾക്ക്, വീട്ടുജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ബിസിയായി പോയിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തുക, നമ്മുടേതായ കാര്യങ്ങൾ, ആ പഴയ നിങ്ങൾ വീണ്ടും തിരിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. 12, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഒഴിവാക്കുക. നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന ആൾക്കാരെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെപ്പോഴും പീസ്ഫുള്ളായിട്ട് ജീവിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ളുമ്പോൾ നമുക്കൊരിക്കലും പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റില്ല. അവരെപ്പോഴും നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. സോ നമ്മൾ പീസ്ഫുള്ളായി ജീവിക്കുക, അങ്ങനെയുള്ള റിലേഷൻസൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 12 ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.